Hi, welcome to Position as You Wish series. So, as always, പൊസിഷൻ എന്ന് പറയുന്നത് ഒരു CSS പ്രോപ്പർട്ടിയാണ്. അപ്പോൾ CSS പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ ഈ ഒരു കോൺസെപ്റ്റ് മനസ്സിലാകാൻ ആദ്യം നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ഓൾറെഡി അറിഞ്ഞിരിക്കണം. അതിൽ പെട്ട ഫസ്റ്റ് സാധനമാണ് HTML എന്ന് പറയുന്നത്. കാരണം CSS എന്നുള്ള ഒരു സ്റ്റൈൽ ഷീറ്റിംഗ് മെക്കാനിസം ഒരു HTML ഡോക്യുമെൻറ്റിനെ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി HTML അറിഞ്ഞിരിക്കണം. HTML സ്റ്റൈൽ ചെയ്യാനുള്ളതാണ് CSS അറിഞ്ഞാൽ മാത്രമേ അതിലുള്ളൊരു ആട്രിബ്യൂട്ട് ആയിട്ടുള്ള പൊസിഷനും പ്രോപ്പർ എടുക്കുന്നത് മനസ്സിലാകത്തുള്ളൂ. സോ HTMLും CSSും നിങ്ങൾ കറൻറ്റ്ലി കവർ ചെയ്തില്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലെങ്കിൽ ഓൾറെഡി നമ്മൾ അതിലൊരു 2 സീരീസുകൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. സോ അത് ചെക്കൗട്ട് ചെയ്യുക. നമുക്ക് കംപ്ലീറ്റ് കാര്യങ്ങൾ മനസ്സിലാവും, എന്താണ് CSS, എന്താണ് HTML എന്നുള്ളത്. അത് കണ്ടു കഴിഞ്ഞാലാണ് കംപ്ലീറ്റ്ലി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കറക്റ്റായിട്ട് മനസ്സിലാവും. സോ ഇനി പൊസിഷനിലോട്ട് വരാം. ഈ പൊസിഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ വെബ് ഡോക്യുമെൻറ്റ്സ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിന് ഒരു ഫ്ലോ ഉണ്ട്, നോർമൽ ഫ്ലോ ഉണ്ട്. ഇപ്പോൾ ഒരു വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതിലുള്ള ഓരോ എലമെൻറ്റ്സും, ഇപ്പോൾ നിങ്ങൾ ഹെഡിങ് ആണെങ്കിൽ H1 ടാഗ് കൊടുത്തിട്ട് ഒരു ഹെഡിങ് കൊടുക്കും. ഡിസ്ക്രിപ്ഷൻ ആണെങ്കിൽ P ടാഗ് കൊടുത്തിട്ട് അതിനുള്ളിൽ ഡിസ്ക്രിപ്ഷൻ പ്രൊവൈഡ് ചെയ്യും. ഇനി അതിനുള്ളിൽ കുറച്ച് ബോക്സസ് വേണം, കാർഡുകൾ പോലെ. ഇപ്പോൾ നിങ്ങൾ ഐറ്റംസ് ലിസ്റ്റ് ചെയ്യണം, അപ്പോൾ കാർഡുകൾ ക്രിയേറ്റ് ചെയ്യാൻ div ടാഗ് യൂസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെ കൊടുക്കുന്നതിനനുസരിച്ച് അതിങ്ങനെ വരുന്നൊരു ഫ്ലോ ഉണ്ട്. ഈ ഫ്ലോ എന്ന് ഉദ്ദേശിച്ചത് ആദ്യം H1 കൊടുത്തതെങ്കിൽ ആദ്യം വരും, അതിനുശേഷം P ടാഗ് വരും, അതിനുശേഷം ആ ഒരു കാർഡ് ഐറ്റംസ് എങ്ങനെ അതിന് ശേഷം കൊടുത്തതെങ്കിൽ ഐറ്റംസ് വരും. സോ ഇതാണ് നോർമൽ ഫ്ലോ എന്ന് പറയുന്നത്. വെബ്സൈറ്റിൽ ഓരോ സാധനങ്ങളും പ്ലേസ് ചെയ്യുന്നതിനനുസരിച്ച് ഒരു വെബ് പേജിന് നോർമൽ ഫ്ലോ ഉണ്ട്. നിങ്ങൾ ആദ്യം കൊടുത്തത് ടോപ്പിൽ വരും, പിന്നെ അതിന് ശേഷം അടിയിൽ സ്റ്റാക്ക് ചെയ്തിട്ട് അടുത്തടുത്ത സാധനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. സോ ഇതാണ് വെബ് പേജിൻ്റെ നോർമൽ ഫ്ലോ എന്ന് പറയുന്നത്. പക്ഷേ ചില സിറ്റുവേഷൻസിൽ, ചില യൂസ് കേസുകളിൽ നമുക്ക് ഈ നോർമൽ ഫ്ലോ, നമ്മൾ കൊടുക്കുന്ന സാധനം വെബിൻ്റെ നോർമൽ ഫ്ലോയിൽ ഉള്ളിൽ അല്ലാതെ പുറത്ത് കാണിക്കേണ്ടി വരും. ആ ഫ്ലോവിൻ്റെ പുറത്തോട്ട് നമുക്ക് എടുക്കേണ്ടി വരും. അതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ വെബ് പേജുകൾ കാണുമ്പോൾ ബേസിക്കലി എല്ലാ വെബ് പേജിലും കാണുന്നൊരു സാധനമാണ് nav ബാർ. ടോപ്പിൽ nav ബാർ ഉണ്ടാകും. ഈ nav ബാർ ആദ്യമാണ് കൊടുക്കുന്നതെങ്കിൽ പോലും, അതിന് ശേഷം വരുന്ന സാധനങ്ങൾ അതിന് ശേഷമാണ് വരുന്നതെങ്കിൽ പോലും, നിങ്ങൾ വെബ് പേജ് എവിടേക്ക് സ്ക്രോൾ ചെയ്താലും ഈ ടോപ്പിലുള്ള സാധനം അവിടെ തന്നെ ഇങ്ങനെ ഫിക്സ്ഡ് ആയിട്ട് നിൽക്കും. സോ ആസ് ഐ സെഡ്, ഫിക്സ്ഡ് ആയിട്ട് നിൽക്കും. സോ പൊസിഷൻ ചെയ്യാന്ന് പറയുന്നത് ഫസ്റ്റ് ഒരു യൂസ് കേസാണ്, ഫിക്സ്ഡ് ആയിട്ട് സാധനങ്ങൾ എത്തിക്കുക. ഇപ്പോൾ ചില യൂസ് കേസുകളിൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിളാണ് ഈ nav ബാർ എന്ന് പറയുന്നത്. nav ബാറിൽ നമുക്ക് ഫിക്സ്ഡ് ആയിട്ട് ഈ ഒരു nav ബാറിനെ അവിടെ ഫിക്സ് ചെയ്ത് വെക്കണം. അത് വെബിൻ്റെ ഫ്ലോ എങ്ങനെ പോയാലും, വെബ് എങ്ങോട്ട് സ്ക്രോൾ ചെയ്താലും അത് അവിടെ ഫിക്സ്ഡ് ആയിട്ടിരിക്കണം. സോ അത് പൊസിഷൻ യൂസ് ചെയ്യാനുള്ള ഒരു യൂസ് കേസാണ്, ഫിക്സ്ഡ് പൊസിഷൻ എന്നുള്ള ഒരു യൂസ് കേസ്. നെക്സ്റ്റ് വരികയാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഒരു മൊബൈൽ ഡിസൈൻ എടുക്കുമ്പോൾ അതിൽ പലപ്പോഴും കാണുന്ന സാധനമാണ് ഫ്ലോട്ടിംഗ് ബട്ടൺ എന്ന് പറയും. അതിൻ്റെ ബോട്ടത്തിൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ബട്ടൺ, ഫ്ലോട്ടിംഗ് ബട്ടൺ. പൊതുവെ ആഡ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ബട്ടണാണ്. ഈ ഫ്ലോട്ടിംഗ് ബട്ടൺ അവിടെ എപ്പോഴും ഉണ്ടാവും. വെബ് പേജ് നിങ്ങൾ സ്ക്രോൾ ചെയ്താലൊക്കെ ആ ഫ്ലോട്ടിംഗ് ബട്ടൺ അവിടെ തന്നെ സ്റ്റേബിളായിട്ട് നിൽക്കുന്നുണ്ടാവും. സോ ഈ ഫ്ലോട്ടിംഗ് ബട്ടൺ ഫിക്സ്ഡ് ആയിട്ട് പൊസിഷൻ ചെയ്യുന്നതിന് വേറൊരു എക്സാമ്പിളാണ്. ഇനി അതേപോലത്തെ വേറൊരു എക്സാമ്പിളാണ് പോപ്പപ്പുകൾ. ഇപ്പോൾ നിങ്ങൾ വെബ്സൈറ്റ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് പെട്ടെന്നൊരു ഇപ്പോൾ കൺഫർമേഷൻ, നിങ്ങൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ കൺഫേം ചെയ്യാൻ വേണ്ടി ഒരു പോപ്പപ്പ് വരും. ഓക്കെ, ഇന്ന ഐറ്റം നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യണോ എന്ന് ചോദിച്ചിട്ട് yes or no വെച്ചിട്ടൊരു പോപ്പപ്പ് വരും. പക്ഷേ അത് നിങ്ങൾ ആ ഒരു പോപ്പപ്പ് കൊടുക്കുന്നുണ്ടാവുക ഈ വെബ് പേജിൻ്റെ ആ ഒരു ബട്ടൻ്റെ ഉള്ളിലായിരിക്കും മേ ബി. പക്ഷേ അത് നിൽക്കുന്ന സമയത്ത് ഹോൾ വെബ് പേജ് അത് കംപ്ലീറ്റ് ആയിട്ട് ഒക്യുപ്പൈ ചെയ്തൊരു പോപ്പപ്പ് ആയിരിക്കണം. സോ അതൊരു യൂസ് കേസാണ് പൊസിഷൻ ചെയ്യാനുള്ളത്. അതും ഫിക്സ്ഡ് പൊസിഷൻ്റെ ഒരു യൂസ് കേസാണ്. ഇതിൻ്റെ ഉള്ളിൽ പോപ്പപ്പിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ക്രോസ് ബട്ടൺ ഉണ്ടാവും. അത് ഈ ഒരു div ബോക്സിൻ്റെ കോർണറിലായിരിക്കും ഇരിക്കുന്നുണ്ടാവും. അത് പൊസിഷൻ ചെയ്യുന്നതിൻ്റെ വേറൊരു യൂസ് കേസാണ്. സോ അടുത്ത് വരുന്നത് ഈ ഫിൽട്ടർ ചെയ്യുന്ന സാധനങ്ങളാണ്. അപ്പോൾ നിങ്ങൾ ഇ-കൊമേഴ്സ് വെബ്സൈറ്റുകളിലൊക്കെ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഫിൽട്ടർ ബോക്സുകൾ കാണാം. പക്ഷേ ഈ ഫിൽട്ടർ ബോക്സുകൾ ഇനീഷ്യലി വെബ് പേജിൻ്റെ ഒരു സെൻട്രൽ പോർഷനിലായിരിക്കും മേ ബി ഉണ്ടാവുക. പക്ഷേ സ്ക്രോൾ ചെയ്യുന്നതിനനുസരിച്ച് അതിങ്ങനെ മുകളിൽ പോയിട്ട് അതൊരു മുകളിലൊരു സർട്ടൻ, ഇപ്പോൾ nav ബാറിൻ്റെ തൊട്ട് അടിയിൽ എത്തിക്കഴിഞ്ഞാൽ അത് അവിടെ സ്റ്റേബിളാവും. പിന്നെ നിങ്ങൾ എത്ര സ്ക്രോൾ ചെയ്താലും അതോടൊന്നും പോകത്തില്ല. സോ ഇത് വേറൊരു പൊസിഷൻ പ്രോപ്പർട്ടിയാണ്, സ്റ്റിക്കി എന്ന് പറയും ഇതിന്. സോ ഇതാണ് പൊസിഷൻ എന്താണെന്ന് പറഞ്ഞാൽ. അപ്പോൾ നോർമലി വെബ് പേജിൻ്റെ ഒരു ഫ്ലോ ഉണ്ട്. ആ ഫ്ലോൻ്റെ പുറത്തെടുത്തിട്ട് കാര്യങ്ങൾ, ചില എലമെൻറ്റ്സ് നമുക്ക് പ്ലേസ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ യൂസ് കേസുകൾക്കാണ് ഭൂരിഭാഗം സമയത്തും പൊസിഷൻ യൂസ് ചെയ്യുന്നത്. പക്ഷേ പൊസിഷൻ പ്രോപ്പർട്ടികളിൽ ഈ നോർമൽ ഫ്ലോ ഒന്ന് പുറത്തെടുക്കുന്ന പൊസിഷൻ പ്രോപ്പർട്ടികളുണ്ട്. അതല്ലാതെ നോർമൽ ഫ്ലോ തന്നെ
നോർമൽ ഫ്ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകേണ്ട ആവശ്യമില്ല. ജസ്റ്റ് സെയിം ഒരു വെബ് പേജ് നോർമലി നമ്മളിങ്ങനെ വെബ് പേജിൽ എലമെൻറ്റ്സ് കൊടുക്കുമ്പോൾ അത് നോർമലി കാണിക്കുന്ന രീതിയാണ് നോർമൽ ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയല്ല, അത് നോർമലി കാണിക്കുന്ന രീതിയിലല്ലാതെ വേറൊരു ഡിഫറെൻറ്റ് വേല് ആ ഒരു നോർമലി കാണിക്കുന്ന ഒരു ഓർഡറിലല്ലാതെ വേറൊരു ഓർഡറിലൂടെ നിങ്ങൾ ഇതിനെ കാണിക്കണം. സെപ്പറേറ്റ് ഈ ഫ്ലോ ഒന്ന് പുറത്തേക്ക് ഇതിനെ എടുക്കണം എന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുന്ന സാധനമാണ് പൊസിഷൻ എന്നൊക്കെ പറയുന്നത്. സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു വെബ് ഡോക്യുമെൻറ്റിൻ്റെ ഉള്ളിൽ ഒരു എലമെൻറ്റിന് പൊസിഷൻ ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ പൊസിഷൻ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട്സ് ഉണ്ട്. ഇത് എവിടെ കാണിക്കണം എന്ന് ഡിസൈഡ് ചെയ്യുന്ന കുറച്ച് ആട്രിബ്യൂട്ട്സ് ആണല്ലോ. അതിന് യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ട്സ് ആണ് ടോപ്പ്, ലെഫ്റ്റ്, റൈറ്റ്, ബോട്ടം. സോ ഈ ടോപ്പിൽ നിന്ന് എത്ര പിക്സൽ, ബോട്ടത്തിൽ നിന്ന് എത്ര പിക്സൽ, ലെഫ്റ്റിൽ നിന്ന് എത്ര പിക്സൽ, റൈറ്റിൽ നിന്ന് എത്ര പിക്സൽ, ഈ പിക്സൽ വാല്യൂസ് വെച്ച് ചെയ്തിട്ടാണ് ഇത് എവിടെയാണ് ഈ ഡോക്യുമെൻറ്റിൻ്റെ ഉള്ളിൽ പ്ലേസ് ചെയ്യണമെന്ന് ഡിസൈഡ് ചെയ്യുന്നത്. സോ ഇതാണ് ബേസിക്കലി എന്താണ് പൊസിഷൻ പ്രോപ്പർട്ടീസ്, പൊസിഷൻ ആട്രിബ്യൂട്ട് CSSൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ. സോ അതാണ് പൊസിഷനെ കുറിച്ച് അത്രയാണ് പറയാനുള്ളത്. നെക്സ്റ്റ് വീഡിയോയിൽ ഓരോരോ പൊസിഷൻ ആട്രിബ്യൂട്ട്സും എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അത് റിയൽ വെബ്സൈറ്റുകളിലൂടെയാണ് യൂസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളതൊക്കെ നോക്കാം. സോ ദാറ്റ്സ് ഇറ്റ്. ബൈ. താങ്ക്സ്.